പ്രിയപ്പെട്ടവരെ, ഗ്രീൻ റൂമിൻ്റെ ഇത്തവണത്തെ എപ്പിസോഡ് വളരെ മനോഹരമായ ദൈവപരിപാലന, ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു അതിമനോഹരമായ സ്ഥലത്താണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ കുന്നന്താനം എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഈ സ്ഥലത്തെ പറ്റി കേട്ടിട്ടുള്ളവർ സ്വാഭാവികമായിട്ടും അറിഞ്ഞിരിക്കുന്ന മദർ ലിറ്റീസ് ഹൗസിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവും. ലിറ്റിൽ സെർവൻസ് ഓഫ് ദ ഡിവൈൻ പ്രൊവിഡൻസ്, അതായത് ദൈവപരിപാലനയുടെ ചെറിയ ദാസികൾ എന്നറിയപ്പെടുന്ന സഭാസമൂഹത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. നമുക്ക് ഇനി ഈ സഭാസമൂഹത്തിൻ്റെ സ്ഥാപകയായ സിസ്റ്റർ മേരി ലിറ്റിയുടെ കബറിടത്തിലേക്ക് പോകാം. ഇവിടുത്തെ മദറായ റോസ്ലി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ സിസ്റ്ററിനോട് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് മദർ റോസ്ലിയാണ്. ഈ ഒരു സഭാസമൂഹത്തെ പറ്റിയും ഇതിൻ്റെ ശുശ്രൂഷകളെ പറ്റിയും ഒക്കെ പറയാൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തിയാണ് സിസ്റ്റർ. അപ്പോൾ നമുക്ക് മദറിനോട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം. മദറെ, ഒത്തിരി സന്തോഷം കാണാൻ പറ്റിയതിലും ഇതിനെപ്പറ്റിയൊക്കെ മദറിനോട് തന്നെ നേരിട്ട് ചോദിക്കാൻ പറ്റിയതിലും. ഞങ്ങൾ ഇതിൻ്റെ ശുശ്രൂഷകളെ പറ്റിയൊക്കെ കേട്ടറിഞ്ഞു, പക്ഷെ ഇന്നിവിടെ വന്നപ്പോൾ കണ്ടറിഞ്ഞു. ഒത്തിരി സന്തോഷം, മനസ്സും ഹൃദയമൊക്കെ നിറഞ്ഞു. ഇവിടെ ഈ മദർ ലിറ്റിയുടെ കബറിടത്തിൻ്റെ അടുത്ത് തന്നെ നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ അറിഞ്ഞു ലിറ്റിയമ്മയുടെ ബന്ധുവും കൂടെയാണ് മദർ. മദറിന് ലിറ്റിയമ്മയെക്കുറിച്ചും ഈ ഒരു സഭാസമൂഹത്തെ പറ്റിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. ചുരുക്കി ഞങ്ങളോടൊന്ന് പറഞ്ഞുതരാമോ? മദർ ലിറ്റിയുടെ കബറിടത്തിൽ തന്നെ നിന്ന് ഒരു ഷെയറിംഗ് നടത്താൻ സാധിക്കുന്നതിൽ എനിക്കും വളരെയേറെ സന്തോഷമുണ്ട്. ദൈവപരിപാലനയുടെ ചെറിയ ദാസികൾ എന്ന ഞങ്ങളുടെ ഈ സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകയാണ് മദർ മേരി ലിറ്റി. മദർ ആദ്യം MSJ എന്ന ഒരു സന്യാസ സമൂഹത്തിലാണ് ചേർന്നത്. അവിടെ നിന്നും അധികാരികൾ മദറിനെ മെഡിസിൻ പഠിക്കാൻ റോമിലേക്ക് അയച്ചു. റോമിലെ പഠനവേളയിൽ വിശുദ്ധ കൊത്തലങ്കോ സ്ഥാപിച്ച ദൈവപരിപാലനയുടെ ചെറുഭവനം പല പ്രാവശ്യം മദർ സന്ദർശിക്കാനായിട്ടിടയായി. അവിടുത്തെ പ്രത്യേകത ദൈവപരിപാലനയിൽ മാത്രം ആശ്രയിച്ച് അനാഥരായ ഭിന്നശേഷിക്കാരായ ആയിരക്കണക്കിന് മക്കളെ ശുശ്രൂഷിക്കുന്ന ഒരു അനുഭവം. മദർ അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ മദറിൻ്റെ ഉള്ളിലേക്ക് ഈശോ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. നിൻ്റെ മെഡിക്കൽ കഴിവുകളെല്ലാം എന്തുകൊണ്ട് പാവങ്ങളിൽ പാവങ്ങളായ മക്കൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൂടാ? ഈ ഒരു ചിന്ത, ഈ ഒരു ചോദ്യം മദറിൻ്റെ ഉള്ളിൽ കിടന്ന് മദറിനെ അങ്ങ് വളരെയധികം സ്വാധീനിക്കാൻ തുടങ്ങി. MD ഒക്കെ പാസ്സായി മദർ കേരളത്തിലെത്തി. വീണ്ടും മദറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത വരികയാണ്. ജീവിതം പാവങ്ങളിൽ പാവങ്ങളായ മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കണം. കുറേ പ്രാർത്ഥിച്ചൊരുങ്ങി അധികാരികളുടെ അനുവാദം കിട്ടി. മദർ സ്വന്തം സന്യാസ സമൂഹത്തിൽ നിന്നും പോന്ന് കുന്നന്താനത്ത് ഒരു കൊച്ചു കുടിലിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു സ്ഥാപനം ആരംഭിച്ചു. 1978 തുടങ്ങിയത്. ശരിക്കും മദറിൻ്റെ കയ്യിലൊരു മണ്ണെണ്ണ വിളക്ക് പോലും സ്വന്തമായി ഇല്ലായിരുന്നു. രാത്രിയായപ്പോൾ ഒരമ്മച്ചി ഒരു വിളക്ക് കത്തിച്ച് മദറിൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ആരംഭിച്ചതാണ് ഈ സ്ഥാപനം. ഇപ്പോൾ ഈ സന്യാസ സമൂഹത്തിന് ആകെ 19 ഭവനങ്ങളുണ്ട്. കേരളത്തിലും തമിഴ്നാട്, വടക്കേ ഇന്ത്യ, ആഫ്രിക്കയിലെ സാംബിയ എന്നിവിടങ്ങളിലായിട്ട് 180 സിസ്റ്റേഴ്സ് ശുശ്രൂഷകൾ നടത്തുന്നു. ഭിന്നശേഷിക്കാരായ 1012 മക്കൾ നമ്മുടെ കൂടെയുണ്ട്. ഇതെല്ലാം എങ്ങനെ നടക്കുമെന്ന് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. ഇത് മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ഒരു ചോദ്യമായിരുന്നു. ഇതെങ്ങനെ ഇതെല്ലാം നോക്കി നടത്തുന്നു, എങ്ങനെ ഇത്രയും മക്കളെയും ഇത്രയും പിള്ളേരെയും ഒക്കെ പരിപാലിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് പറയാം. വിശുദ്ധ കൊത്തലങ്കോയ്ക്ക് കിട്ടിയ വചനം, നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും. മദർ ലിറ്റിയുടെ ഹൃദയത്തിലും ഇതേ വചനം തന്നെയാണ് ദൈവം കൊടുത്തത്. അപ്പം മദറും വിശ്വസിച്ചു, ദൈവം എല്ലാം തരും, ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെയാണ് ദൈവം
ഓരോരോ സ്ഥാപനങ്ങൾ കൂട്ടിച്ചേർത്ത് നൽകിയത്. അങ്ങനെ ഇപ്പോൾ ആകെ 19 സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യസ്ഥം എന്ന് പറയുന്നത് ഈ ഭിന്നശേഷിക്കാരായ മക്കളെ ശുശ്രൂഷിക്കുന്നതോടൊപ്പം തന്നെ കുടുംബ പ്രേഷിതത്വം, ഭവനങ്ങൾ സന്ദർശിച്ച് നാനാജാതി മതസ്ഥരായ ആളുകളുടെ ഭവനങ്ങൾ സന്ദർശിച്ച് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അത് ആത്മീയമായതാകാം, ഭൗതികമായതാകാം. അതോടൊപ്പം തന്നെ മറ്റൊരു ശുശ്രൂഷ മേഖലയും കൂടെ ഈ സന്യാസ സമൂഹത്തിനുണ്ട്. അത് വചന പ്രഘോഷണമാണ്. ഇവിടെ ഒരു ധ്യാന മന്ദിരമുണ്ട്. ഇവിടെ എല്ലാ മാസവും ഓരോ ധ്യാനങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഇടവകളിലും പോയി സിസ്റ്റേഴ്സ് ധ്യാനങ്ങൾ നടത്തുകയും ഹോം മിഷനിലൊക്കെ പങ്കുചേരുകയും ചെയ്യാറുണ്ട്. ഇതാണ് നമ്മുടെ ഈ കാരിസം അപ്പോസ്റ്റലേറ്റ് 3 മേഖലകളിലാണ്. ഇനി ദൈവം എങ്ങനെയാണ് പരിപാലിക്കുന്നതെന്ന് പലരും ചോദിക്കും. നമ്മളിന്ന് അവിടെ ഇരുന്നപ്പോൾ തന്നെ കണ്ടു, ഒത്തിരി ആളുകൾ വന്ന് സംഭാവനകൾ കൊണ്ടുവന്ന് തരുന്നു. സാധനങ്ങളാകാം, പണമാകാം, വസ്ത്രങ്ങളാകാം, എന്തും ആകട്ടെ. അതെന്താണ് ഇവിടെ വേണ്ടതെന്നുള്ളത് അതൊക്കെ ഓരോ ദിവസവും ദൈവത്തിന്റെ ആ പരിപാലന അറിഞ്ഞ് പിന്നെ ഓരോ ദിവസം അത്ഭുതകരമായ പരിപാലനം ഞങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ള, ഇവിടെയുള്ള സിസ്റ്റേഴ്സ് പൂർണ്ണമായും ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. ദൈവത്തിനെല്ലാം വിട്ടുകൊടുത്തിരിക്കുകയാണ്. അത് എല്ലാവരുടെയും അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. മദറിനെ കാണുമ്പോഴാണെങ്കിലും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. മദർ ലിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ മദർ ഇതിലും കഷ്ടപ്പെട്ടാണ് മദർ അതൊക്കെ തുടങ്ങിയത്. മദറിൽ നിന്നും കിട്ടിയ അതേ ചൈതന്യം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെ മൊത്തം എത്ര പേരുണ്ട്, എത്ര സിസ്റ്റേഴ്സ് ഉണ്ട്? സന്യാസ സമൂഹത്തിലാകെ 180 സിസ്റ്റേഴ്സ്, പിന്നെ ശേഷിക്കാരായ മക്കള് 1012. അപ്പം മൊത്തം അതെ, മൊത്തത്തിൽ എല്ലാ ഹൗസിലും കൂടി. തീർച്ചയായും ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ഇവിടുത്തെ സിസ്റ്റേഴ്സിനെ പറ്റിയൊക്കെ അറിയണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതൊന്ന് ഞങ്ങളെ എല്ലാം ഒന്ന് കൊണ്ട് കാണിച്ചു പരിചയപ്പെടുത്തി തരാമോ? വളരെ സന്തോഷം. ദൈവമാണ് എല്ലാം നടത്തുന്നതെന്ന കാര്യം വീണ്ടും ഞാൻ പറയുകയാണ്. ഞങ്ങളാരുമല്ല, ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാറ്റിൻ്റെയും പുറകിലുള്ളത്. ഞങ്ങളുടെ സിസ്റ്റർ കൊച്ചുറാണി സിസ്റ്ററിൻ്റെ ദൈവവിളി ഷെയർ ചെയ്യും. സിസ്റ്ററിൻ്റെ അച്ചാച്ചനും കൂടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതെല്ലാം കേൾക്കാം, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് സിസ്റ്റർ കൊച്ചുറാണിയാണ്. സിസ്റ്റർ ഡോക്ടറാണ്. പിന്നെ ഇപ്പം സിസ്റ്റർ കൂടെ വന്നിരിക്കുന്ന അച്ചാച്ചനും ഉണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സിസ്റ്ററോട് തന്നെ ചോദിക്കാം. സിസ്റ്ററിനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? വീട്ടിൽ ആരൊക്കെയുണ്ട്, എവിടെയാണ് എന്നൊക്കെ? എൻ്റെ പേര് സിസ്റ്റർ മേരി കൊച്ചുറാണി. ഞാൻ LSDP സന്യാസ സമൂഹ അംഗമാണ്. എൻ്റെ ഇടവക എടത്വ ഇടവകയിലെ മരിയാപുരം എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതെൻ്റെ അച്ചാച്ചൻ. എൻ്റെ അമ്മ മരിച്ചു പോയിട്ടിപ്പോൾ 19 വർഷമായി. വീട്ടിൽ എനിക്കൊരു ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്. അവർ രണ്ടുപേരും വിവാഹം കഴിഞ്ഞു. ചേട്ടയ്ക്ക് 2 കുട്ടികളും ചേച്ചിക്ക് 3 കുഞ്ഞുങ്ങളുമാണുള്ളത്. സിസ്റ്റർ ആയിട്ട് ഇപ്പോൾ എത്ര നാളായി? ഞാനിപ്പോൾ സിസ്റ്ററായിട്ട് എൻ്റെ 7ാം വർഷമാണ്. സിസ്റ്ററിൻ്റെ ആ ഒരു ദൈവ അനുഭവം എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ഈശോ സിസ്റ്ററിനെ വഴി നടത്തിയതും ഈ ദൈവ പരിപാലനയുടെ ചെറിയ ദാസ്തികൾ എന്ന സഭാ സമൂഹത്തിലേക്ക് എത്തിച്ചതും എന്നൊന്ന് പറയാമോ? എൻ്റെ ദേവവിളിയെ പറ്റി എനിക്ക് പറയുമ്പം എനിക്ക് ഈ ദേവവിളി തമ്പുരാൻ്റെ കരുണയാണെന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പം നമ്മൾ ഒരു പുഞ്ചിരി കൊണ്ട് പോലും ഈശോയുടെ കരുണ എന്നിലേക്ക് എത്തിച്ച ഒത്തിരി ജീവിതങ്ങളുണ്ട്. പിന്നെ അതിലൊരു 4 വ്യക്തികളുടെ സ്വാധീനമാണ് ഈശോയുടെ കരുണയിലൂടെ ഈ ദേവവിളിയിലേക്ക് എന്നെ സ്വാധീനിച്ചത്. അപ്പോൾ അതിലൊന്നാമതായിട്ട് എൻ്റെ അമ്മയാണ് ഈശോനെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കണം എന്നെ പഠിപ്പിച്ച ആൾ. അപ്പം +2 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നൊരു ആഗ്രഹമാണ്, ഒരേ ഒരു ജീവിതമുള്ളത്, അതെങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ, ഇനിയും കൂടുതൽ ജീവിക്കാതിരിക്കുന്ന നിത്യജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം, പിന്നെ ഈശോയുടെ സ്നേഹം ആരെങ്കിലുമൊക്കെ അറിയിക്കണം, ഒരു വിശുദ്ധയായിട്ട് ജീവിക്കണം. അതൊക്കെയായിരുന്നു നമ്മുടെ ബേസായിട്ട് അതിലേക്ക് നയിച്ചത് ഈശോയോടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റിമറിച്ചൊരു സംഭവം അമ്മയുടെ മരണമാണ്. കാരണം ഞാൻ എൻ്റെ ആദ്യ കുർബാന കഴിഞ്ഞ് ഒരു 6 മാസം ശേഷമാണ് അമ്മയുടെ വേർപാട്. അപ്പം പെട്ടെന്നുള്ളൊരു മരണമായിരുന്നു. അപ്പം ഞങ്ങൾ അതിൽ നിന്ന് പുറത്തു വരാൻ കുറേ സമയം എടുത്തു. ഞാൻ കംപ്ലീറ്റ്ലി മദറിനെ ഡിപ്പെൻഡൻ്റ് ആയൊരു കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്കത് തന്നൊരു ഷോക്ക് ഭയങ്കര വലുതായിരുന്നു.
പിന്നീട് അങ്ങോട്ട് എനിക്ക് പ്രാർത്ഥിക്കാനോ പഴയ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈശോയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റിയിരുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പെട്ടെന്നുള്ള മരണമായിരുന്നതുകൊണ്ട് പിന്നെ എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും അറിയത്തുമില്ല. പിന്നെ ഞാനൊരു 7-8 ക്ലാസ് ആയപ്പം കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രായമായപ്പോൾ അച്ചാച്ചനാണ് എനിക്ക് പറഞ്ഞു തരുന്നത് അമ്മയുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റിയും അമ്മയ്ക്ക് വയ്യാതിരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോയുടെ ഒരു കരുണയായിരുന്നു, കുറച്ചുകൂടി അമ്മയുടെ ആയുസ് നീട്ടി കിട്ടുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതങ്ങ് ഉൾക്കൊണ്ടപ്പം ഈശോയായിട്ട് പഴയതുപോലെ കൂട്ടുകൂടാനും പ്രാർത്ഥിക്കാനും അന്ന് തൊട്ടാണ് ഞാൻ പരിശുദ്ധ അമ്മേനെ എൻ്റെ അമ്മയായിട്ട് സ്വീകരിച്ചത്. അപ്പോൾ അതിൽ പിന്നെ ഇന്ന് വരെ ആരും ഇല്ലാത്തൊരു കുറച്ച് സമയം അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നൊരു സംസാരിക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അതെനിക്ക് ഒത്തിരി ശക്തിയും ബലവും ഒത്തിരി വഴികാട്ടലും ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ അമ്മയുടെ ഒരു സ്വഭാവശൈലി എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം വീട്ടിൽ വരുന്ന സാധാരണക്കാരായ ആൾക്കാരോടുള്ള അമ്മയുടെ അപ്രോച്ച് എൻ്റെ എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം അമ്മ അവരെ സിറ്റ് ഔട്ടിൽ വിളിച്ചിരുത്തും, അവരോട് വർത്തമാനം പറയും. ഇപ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കുകയാണെങ്കിലും കൂടെ ഇരിക്കും. അവർ കഴിച്ച് തീരും വരെ തമാശ പറയും, അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കും. അവസാനം പിരിയുമ്പോൾ ഒരു കുരിശൊക്കെ വരച്ച് പിരിയുന്ന കാണാം. നമുക്ക് ആ ഒരു സമയത്ത് അതൊരു ജസ്റ്റ് തമാശ പോലെ ആയിരുന്നു. അപ്പോൾ അവർ ഗേറ്റ് തുറന്ന് വരുന്നത് അമ്മയുടെ ഫ്രണ്ട്സ് വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളത് കളിയാക്കി വിടും. പക്ഷെ അമ്മയുടെ മരണശേഷം ഇവർ വന്നു തുടങ്ങിയപ്പോഴാണ് നമുക്കൊരു എന്നെ ചിന്തിപ്പിച്ചത്. കാരണം അമ്മ മരിച്ച ശേഷം ഇവർ വന്നപ്പം നമുക്ക് തന്നെ അമ്മ മരിച്ചത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞങ്ങൾ പറയുമ്പോൾ വീടില്ല, കുറച്ച് ദിവസം കഴിഞ്ഞേ വരൂ എന്നൊക്കെ പറഞ്ഞവരെ പറഞ്ഞു വിട്ടു. പക്ഷെ ഞങ്ങൾ പൈസ കൊടുത്തിട്ടോ ഭക്ഷണം കൊടുത്തിട്ടോ ഒന്നും അവരെ സ്വീകരിച്ചില്ല, അവർക്ക് അമ്മേനെ കാണണമായിരുന്നു. അപ്പോൾ പിന്നീട് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇത് പറയണം, കാരണം ഇവർ വരുന്നത് അമ്മേനെ കാണാൻ വേണ്ടി, നമ്മൾ ഒഴിവാക്കി വിടുകയാണ്. പിന്നെ അവസാനം ജനൽ തുറന്ന് ഭിത്തിയിലെ ഫോട്ടോ കാണിച്ചു, അമ്മേനെ ഇല്ലയെന്ന് അങ്ങനെയാണ് അവർ അറിയിച്ചത്. അതിൽ പിന്നെ അവർ വന്നിട്ടില്ല, അവർ വരാതിരുന്നതാണ് എന്നെ ചിന്തിപ്പിച്ചത്. കാരണം അമ്മ കൊടുത്ത ആ ഒരു സാന്നിധ്യവും അമ്മയുടെ ആ ഒരു പ്രസൻസും ഞങ്ങൾക്ക് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ജീവിക്കുമ്പോഴാണേലും കുറച്ച് നാളെ ജീവിച്ചുള്ളതിലും അതുപോലെ ഒരു അനുഗ്രഹമുള്ളൊരു സാന്നിധ്യമായിരിക്കണം എന്നെന്നെ ഇൻസ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ കാര്യസുമായിട്ട് ബന്ധപ്പെട്ടും ആ ഒരു ജീവിതശൈലി അമ്മയുടെ ആ ഒരു പ്രസൻസിൽ ആ ഒരു അങ്ങനെയുള്ള അനുഗ്രഹമുള്ളൊരു ജീവിതമായിരിക്കാൻ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തത് അച്ചാച്ചൻ തന്നെയാണ്. ഇപ്പോൾ രാവിലെ ആണെങ്കിലും അരിയൊക്കെ ഇട്ട് വീട്ടിൽ പാത്രം പോലും കഴുകാത്ത അച്ചാച്ചനാണ് പിന്നീട് എല്ലാ കാര്യങ്ങളും തുടങ്ങി ഏറ്റെടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അരിയൊക്കെ ഇട്ടിട്ട് അച്ചാച്ചൻ രാവിലെ കുർബാനയ്ക്ക് പോകും, തിരിച്ചു വരുമ്പോൾ അരി വേഗം, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ അച്ചാച്ചൻ അങ്ങ് ചെയ്യുകയാണ്. പക്ഷെ അതിനുള്ള ധൈര്യമൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിലായിരുന്നു. പക്ഷേ ഞാൻ ബ്ലൈൻഡായിട്ട് ഈശോയിൽ ആശ്രയിക്കാൻ പഠിച്ചത് അച്ചാച്ചനെ കണ്ടാണ്. പിന്നെ ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ സിസ്റ്ററായിട്ട് ഞാൻ 7 വർഷമായിട്ടുള്ളൂ. പക്ഷെ ഞാനെടുത്ത് ബ്രഹ്മചര്യത്തേക്കാൾ ഒത്തിരി സ്ട്രോങ് ആണ് അച്ചാച്ചൻ എടുത്തിരിക്കുന്ന ഒരു പരസ്യമായിട്ട് ബ്രഹ്മചര്യം എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും ആ ഒരു അനുഗ്രഹത്തിൽ ജീവിക്കുന്ന ഞങ്ങളുടെ 3 പേരുടെയും ജീവിതത്തിന് അതിൻ്റെ ഒരു പുണ്യവും അനുഗ്രഹവും ഉണ്ട്. പിന്നെ എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു ജീവിതം കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ജീവിതമാണ്. കാരണം പുണ്യവതി എന്നെക്കാളും ചെറുപ്പത്തിൽ അമ്മ മരിച്ചു പോയ ആളാണ്. അപ്പം പല കാര്യത്തിലും എനിക്കൊരു മൂത്ത ചേച്ചിയുടെ സ്ഥാനമാണ്. ഒത്തിരി കാര്യത്തിൽ എനിക്ക് പുണ്യവതിയുടെ ജീവിതം ഒത്തിരി ആശ്വാസവും ധൈര്യവും ഒക്കെ പകർന്നു തന്നിട്ടുണ്ട്. ഇപ്പം അമ്മ മരിച്ചതിൻ്റെ ആ ഒരു ഹീലിങ്ങും എനിക്ക് തന്നത് കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ഒരു സെൻറ്റൻസാണ്. പുണ്യവതി പറയുന്നുണ്ട്, സ്വർഗത്തിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു വിശുദ്ധി ഉണ്ടെന്നുള്ളത് എനിക്കൊത്തിരി അഭിമാനമുള്ള കാര്യമാണ്. അപ്പം ഞാനും ചിന്തിച്ചു, ശരിയാണല്ലോ, അപ്പോൾ എൻ്റെ അമ്മേനെ വേറെ ആർക്കും അറിയത്തില്ല, അപ്പോൾ എനിക്ക് വേണ്ടി മാത്രം സ്വർഗം തന്നൊരു ഗിഫ്റ്റാണ് അമ്മ. അപ്പോൾ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു വിശുദ്ധിയെ കിട്ടിയത് അത് എൻ്റെ മാത്രം ഒരു പ്രിവിലേജാണ്. അപ്പോൾ ആ ഒരു ആശ്വാസത്തിൽ കുറേ അങ്ങനെ അമ്മ മരിച്ചതിൻ്റെ ഒരു വിഷമം എന്നെ മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സിസ്റ്റർ ആവാനായിട്ടൊരു തീരുമാനം എടുക്കുമ്പോഴും പുണ്യവതിയുടെ ഒരു സെൻറ്റൻസാണ്, ആരാലും അറിയപ്പെടാതെ നമുക്കൊപ്പം ജീവിക്കുന്നവരുടെ പോലും അജ്ഞാതരായി കഴിയുന്നത് ഒരു ആനന്ദമാണ്. അപ്പോൾ ഈ ഒരു ആനന്ദം ആസ്വദിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു കാര്യസായിട്ട് ചേർന്ന് പോകുന്നതായിരുന്നു ദൈവപരിപാലന ഭവനിലെ കാര്യസ്. പിന്നെ വീട്ടിൽ നിന്ന് ഒരു സമ്മർദ്ദത്തിൽ നിന്ന് വിട്ടു നിൽക്കാനും ഒരു തീരുമാനം എടുക്കാനായിട്ടാണ് ഞാൻ ഈ കുന്നന്താനം ദൈവപരിപാലന ഭവനിൽ കുറച്ച് ദിവസം നിന്നൊരു ഡിസിഷൻ മേക്കിങ്ങിനാണ് വരുന്നത്. അപ്പോൾ അതിന് ആ ഒരു ഡിസിഷൻ എടുത്ത് തലേദിവസം ഉറങ്ങുമ്പോഴാണ് ഒരു സ്വപ്നം കാണുന്നത്. ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ ഒരു ഔസേപിതാവ് ഉണ്ണീഷയെ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ണീഷയെ ചോദിച്ചപ്പോൾ ഔസേപിതാവ് എനിക്ക് ഉണ്ണീഷയെ തന്നു, പക്ഷേ കയ്യിലിരുന്നത് ഇവിടുത്തെ അഭിഷേകമായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഞ്ഞുണ്ട് അഭിഷേക്, അപ്പോൾ അവനെയാണ് തന്നത്. ചോദിച്ച ദിശയാണെങ്കിലും കയ്യിൽ വന്നത് അവനായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ, ആഗ്രഹത്തെ ഫേവർ ചെയ്യുന്ന കാര്യങ്ങളാണ് തരുന്നത്. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ ചാമ്പച്ചോട് കടന്ന് കയറിയപ്പോഴും ഈ നിറ്റാരായണ ചാപ്പലിൽ കയറിയപ്പോഴും ഞാൻ കാറ്റഗീസം ക്ലാസ്സിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ, പക്ഷേ അന്നൊന്നും വന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു പീസ് ഓഫ് മൈൻഡ് എനിക്ക് കിട്ടി. ഞാൻ എത്തിച്ചേരേണ്ട ഒരു സ്ഥലത്ത് പക്ഷേ എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. കാരണം കുഞ്ഞുനാൾ ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ശുശ്രൂഷയെ പറ്റി അറിയാം. അപ്പോൾ അത് ചെയ്യാനുള്ളൊരു മനസ്സ് എനിക്കുണ്ടോ എന്ന് എനിക്കൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു. എനിക്ക് ജീവിതകാലം മുഴുവൻ അങ്ങനെ പിള്ളേരെ സൂക്ഷിക്കാനുള്ള പറ്റുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മളെ ഓരോ പിള്ളേരെയും കാണിക്കുന്നത് ഇവിടുത്തെ ആസ്പിറൻസി പോസ്റ്റൻസിലുള്ള അർത്ഥിനികളാണ്. അവരാണ് എന്നേക്കാൾ ഇരട്ടി തീര് നിൽക്കുന്നവരാണ്. അപ്പം ഭയങ്കര തീഷ്ണതയിൽ നിൽക്കുന്നവർ. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ അതേ ഒരു സ്പിരിറ്റിൽ നിൽക്കുന്ന കുറച്ച് മനുഷ്യർ. അപ്പോൾ അവരുടെ ആ ഒരു തീഷ്ണത എന്നെ ആളിക്കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഓരോ പിള്ളേരെയും കൂടുമ്പോൾ ഞാൻ തലേദിവസം കണ്ട സ്വപ്നമാണ് ഓർത്തത്. കാരണം ശരിയാണല്ലോ, ഈശോയുള്ള സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഈശോയാണ് ഈ കുഞ്ഞുങ്ങൾ.
അപ്പോൾ ഈശോയാണെന്നുള്ള കാഴ്ചപ്പാട് എൻ്റെ ആ പേടി എന്നിൽ നിന്ന് എടുത്തു മാറ്റി. ഈശോയാണെങ്കിൽ എനിക്ക് എത്ര കാലം കഴിഞ്ഞാലും അവരെ കുളിപ്പിക്കുന്നതുകൊണ്ടോ അവർക്കൊരു കാര്യം ചെയ്തു കൊടുക്കുന്നതുകൊണ്ടോ എനിക്കൊരു മടുപ്പില്ല. തമ്പുരാന് വേണ്ടി ആ ഒരു സ്നേഹത്തെ പ്രതിയാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും നിർബന്ധിക്കുന്നത്. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ 100% ഷുവർ. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇവിടെ തന്നെയാണ് എൻ്റെ സ്ഥലം. ഭയങ്കര സിസ്റ്റർ പറയുമ്പോൾ തന്നെ അറിയാം ആ സിസ്റ്ററിൻ്റെ ദൈവം വഴി നടത്തിയ വഴികളെല്ലാം അടിപൊളിയായിട്ടാണ്. ഐ മീൻ യഥാർത്ഥത്തിൽ ഇവിടെ എത്തിക്കാൻ വേണ്ടി തന്നെയാണ് സിസ്റ്ററിനെ വഴി നടത്തിയിരിക്കുന്നത്. കുറച്ച് കാലമേ ഉണ്ടായിരുന്നുണ്ടെങ്കിലും അമ്മ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ചാച്ചനോട് ചോദിക്കുന്നത്, അച്ചാച്ചനെ ആയിരിക്കുമല്ലോ അത് കൂടുതൽ, അമ്മ മരിച്ചു പോയപ്പോൾ തീർച്ചയായും അച്ചാച്ചനായിരിക്കും കൂടുതൽ എഫക്റ്റ് ആയിരിക്കുന്നത്. അച്ചാച്ചൻ എങ്ങനെയാണ് ഈ ഒരു പ്രത്യാശ ഇവരെ ഈ ഒരു ദൈവ വഴിയിൽ നടത്താനും അച്ചാച്ചൻ എവിടെ നിന്നാണ് ഈ ഒരു സ്ട്രെങ്ത് കിട്ടിയത്? എൻ്റെ പ്രത്യാശ പൂർണ്ണമായിട്ടും വിശുദ്ധ കുർബാനയായിരുന്നു. ചെറുപ്പം മുതൽ ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുകയും അത് ആൾക്കാരോട് ചേർന്ന് അർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. 8ാം ക്ലാസ് പഠിക്കുമ്പോഴേക്കും മിഷണറി വൈദ്യനാണെന്ന് തീക്ഷ്ണമായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് എൻ്റെ ഇടവക ദേവാലയത്തിലെ പ്രധാന ആൾക്കാരോട് ചേർന്ന് തന്നെ ഔസേപിതാവിൻ്റെ ഒരു നടയുണ്ട്. എൻ്റെ സ്വർഗീയ മധ്യസ്ഥനാണ് ഔസേപിതാവ്. അവിടെ ചെന്നപ്പോഴേക്കും എന്നോട് ഔസേപിതാവിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോ ജീവനുണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത്. ആ ഉണ്ണീശോനോട് പറഞ്ഞ് വീടാണ് മിഷണറി പ്രദേശം എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ആ സ്വരം സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നു. കുടുംബജീവിതത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഭാര്യ എനിക്ക് പൂർണ്ണമായിട്ടും എൻ്റെ മനോഭാവവും അല്ലെങ്കിൽ തീഷ്ണതയും എല്ലാം ഞങ്ങളൊരു മനസ്സും ഒരു ഹൃദയമായിരുന്നു. ഞങ്ങൾ ഒത്തിരിയേറെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, അതായത് ഞങ്ങളെ കഴിയുന്ന ഇത് കൊച്ചു അതായത് ശാലോമിനെ നൈറ്റ് വിജിൽ അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി പേര് കൂടുമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ആരാധിക്കുമായിരുന്നു, സ്തുതിക്കുമായിരുന്നു. ഒപ്പം തന്നെ ഞാൻ ഈ കാറ്റഗറിസം കഴിഞ്ഞ് പോകുന്ന പിള്ളേർക്ക് ഞാൻ ഈ ശാലോൺ ടൈംസ് കൂടുതൽ കോപ്പി വരുത്തിയിട്ട് അവർക്കൊരു കത്തുമായിട്ട് അവർക്ക് അയക്കുമായിരുന്നു. അവർക്ക് ഒത്തിരി ഇൻസ്പയറിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു വിശ്വാസം അനുസരിച്ച് ഞങ്ങളൊരു നല്ല നിലയെ ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എന്നോടും മക്കളോടും യാത്ര പറയാതെ അമ്മ മരണപ്പെടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അടുത്തൊരു ശൂന്യത ഞങ്ങൾക്ക് വരുത്തി തന്നത്. പക്ഷേ എനിക്കറിയില്ല, എൻ്റെ വിശ്വാസം, അതായത് എനിക്ക് ആ വിശ്രവാനോട് ലഭിച്ചതായിരിക്കും ഞാൻ പൂർണ്ണ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം വന്ന് എന്നോട് സങ്കടം പറഞ്ഞ് എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഇത് നഷ്ടമല്ലെന്ന് പറഞ്ഞു. അത് എങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിനുശേഷം പിന്നീട് എനിക്ക് ആ ഒരു വിശ്വാസം, ആ ഒരു ബോധ്യം, നഷ്ടമല്ല, ഇതിനപ്പുറം ഒരു എന്തോ സ്നേഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയതുകൊണ്ട് ആ വിശ്വാസം ഞങ്ങൾ ഉറച്ചുകൊണ്ട് എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റി. ഒപ്പം തന്നെ ഈ ഞങ്ങൾക്ക് വലിയ സംരക്ഷണം, ദൈവത്തിൻ്റെ സംരക്ഷണം ഈ ഒരു വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു. മോള് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ദൈവവിളി ഉണ്ടെന്ന് സന്യാസം സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം ചെറുപ്പത്തിൻ്റെ ഒരു ഇതായെന്ന് കരുതി. +2 കഴിഞ്ഞപ്പോൾ ഇക്കാര്യം തന്നെ പറഞ്ഞു. അപ്പോഴത്തേക്കും മോള് പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ, അതായത് എന്തുകൊണ്ട് ഞാൻ സന്യാസം സ്വീകരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഉത്തരങ്ങളെല്ലാം തന്നെ കൃത്യമായിരുന്നുകൊണ്ട് ഞങ്ങൾ അനുവാദം കൊടുക്കുക ചെയ്തത്. അത് ഞങ്ങളുടെ വീട്ടിലെ ഒത്തിരി അനുഗ്രഹം കൊണ്ടു തന്നതെന്നാണ് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. കാരണം ഈ മോള് ഉടുപ്പിടുന്നതിന് മുമ്പ് തന്നെ 2 മക്കൾക്കും ദൈവഭയമുള്ള വിശുദ്ധിയുള്ള പങ്കാളികളെ കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങളുടെ വീട്ടിൽ ആദ്യം സംഭവിക്കുന്ന അത്ഭുതം അതായിരുന്നു. പിന്നീട് ഞങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥനാ മധ്യസ്ഥയായിട്ട് ഞങ്ങളുടെ ഈ മോള് വളർന്നു വന്നു. അതിനുശേഷം ഞങ്ങൾക്കാണെങ്കിലും ഒത്തിരിയേറെ, അതായത് ഈ ഭവനത്തിൽ മകളായിരിക്കുന്നതിനകത്ത് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം സമൂഹം പാഴ്വസ്തുവായിട്ട് കരുതുന്ന മക്കളെ ചേർത്ത് പിടിക്കാനും അവരെ മാക്സിമം ദൈവത്തിനോട് അടുപ്പിക്കാൻ ശ്രമിക്കുന്ന വലിയ ശുശ്രൂഷയിലെ മകൾ പങ്കാളിയായതിനകത്ത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തന്നെയാണ് ഉള്ളത്. അഭിമാനം തോന്നാറുണ്ട്. ഞങ്ങളുടെ ദീപയിൽ ഞാൻ അർപ്പിക്കുന്ന ദീപലിയിലും കുടുംബ പ്രാർത്ഥനയിലും ഈ സമൂഹത്തെയും മകളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. തീർച്ചയായും നിങ്ങളുടെ കുടുംബം തന്നെ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. ഉറപ്പാണ് അമ്മ മകളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. അവരനുഗ്രഹവും ചൈതന്യവും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയതിൽ. താങ്ക് യു വെരി മച്ച്. സന്തോഷം. നമ്മോട് കൂടെ ഇപ്പോൾ ഉള്ളത് സിസ്റ്റർ മേരി എലിസബത്ത് LSTP. സിസ്റ്ററിൻ്റെ ദൈവാനുഭവവും എങ്ങനെ ഈശോ സിസ്റ്ററിനെ വഴി നടത്തിയെന്നുമെല്ലാം നമുക്ക് സിസ്റ്ററിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സിസ്റ്ററെ നമുക്കൊന്ന് പരിചയപ്പെട്ട് തന്നെ തുടങ്ങാം. ഞാൻ കോതമംഗലം രൂപതയിലെ സെൻറ്റ് ജോർജ് മുതലക്കോട് സെൻറ്റ് ജോർജ് ഫൊറോന ഇടവകാംഗമാണ്. എൻ്റെ വീട്ടിൽ അപ്പ, അമ്മ, 2 ആങ്ങളമാരാണ് എനിക്കുള്ളത്. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാനായിട്ട് ലോക സ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടെ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തുവെന്നാണ് വചനം പറയുന്നത്. ശരിക്കും എൻ്റെ ദൈവവിളിയിൽ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു വചനമാണിത്. നമ്മളെ ദൈവം വിളിക്കുന്നു, ദൈവം തിരഞ്ഞെടുക്കുന്നു. പക്ഷെ നമ്മൾ പ്രത്യുത്തരം കൊടുത്താലും മാതാപിതാക്കളാണ് എല്ലാ കാര്യത്തിലും നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ എൻ്റെ വിളി ജീവിതത്തിൽ എന്നെ മുന്നോട്ട് നയിച്ചതും ആദ്യത്തെ പടി വെച്ചതും എനിക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്തു തന്നതും എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്.
അതുപോലെ എൻ്റെ വിളിയിൽ എന്നെ ഏറെ സഹായിച്ചിട്ടുള്ള ഒരു ഘടകമാണ് ബെത്ലഹേം ചിൽഡ്രൻസ് പാരഡൈസ് എന്ന് പറഞ്ഞിട്ടൊരു സെൻറ്റർ. അവിടുത്തെ സോജി മരിയ ദമ്പതികൾ എൻ്റെ വിളി തിരഞ്ഞെടുക്കാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. ബ്ലോസം മിഷൻ എന്നൊരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാനൊരു 9ാം ക്ലാസ് തൊട്ട് അവിടെ പങ്കെടുക്കാനായിട്ട് ഇട വന്നു. അപ്പോൾ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ തന്നെ ഭാഗമായിട്ട് ഒരു +1 സമയത്ത് ഈ കുന്നന്താനം ദേവപരിപാലന ഭവനത്തിൽ വരുവാനും അതുപോലെ ഇവിടെ ഒരു 10 ദിവസം താമസിക്കാനായിട്ട് എനിക്കിട വന്നു. അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളുടെ ഒരു ലോകത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ദൈവപരിപാലനയുടെ ലോകത്തിലേക്കുള്ള ഒരു വഴി, ദൈവവിളിയുടെ ലോകത്തേക്കുള്ള വഴി എനിക്ക് തുറന്നു കിട്ടുന്നത്. ദൈവം തന്നെ ഇതങ്ങ് കാണിച്ചു തരികയായിരുന്നു. ശരിക്കും ഞാൻ അതിനെ സന്യാസിയാണെന്നത് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ശരിക്കും ആ ബ്ലോസം മിഷൻ്റെ ഒരു മോട്ടോ ആയിരുന്നു ബ്ലൂം ആൻഡ് ബി ദ ഫ്രാഗ്രൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ പരിമളമാകാനായിട്ടൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ആ ആഗ്രഹം ഇതിലൂടെ സന്യാസത്തിലൂടെ ആണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ലഭിക്കുന്നത് ശരിക്കും ഈ ഒരു ഭവനത്തിൽ വന്ന് ഇവിടുത്തെ ശുശ്രൂഷകളും പരിപാലനയും കണ്ട് അനുഭവിച്ചറിഞ്ഞപ്പോഴാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഭൗതിക പരിപാലനേക്കാൾ ഉപരിയായിട്ട് പുഞ്ചിരിച്ച മുഖത്തോടെ ആരുമില്ലാത്ത കുഞ്ഞുങ്ങളെ ഓടി നടന്ന് ശുശ്രൂഷിക്കുന്ന സിസ്റ്റേഴ്സിൻ്റെ മനോഭാവമായിരുന്നു എന്നെ ഒത്തിരി ആകർഷിച്ചത്. അങ്ങനെയാണ് ഈ ഒരു സമൂഹത്തിൽ അംഗമാകാനായിട്ട് എനിക്ക് ഈശോ ഇടവരുത്തിയത്. സിസ്റ്റർ, ഈ ഒരു ദൈവവിളി, ഈ ഒരു പാത തിരഞ്ഞെടുത്തല്ലോ, അപ്പോൾ ഐ മീൻ ഇത് വീട്ടുകാരോട് പറഞ്ഞപ്പോഴോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ അപ്പയുടെ പ്രതികരണം എൻ്റെ മനസ്സിൽ ഇപ്പോഴും മായാതെയുണ്ട്. കാരണം എൻ്റെ അപ്പ എന്നോട് പറഞ്ഞത്, എലിസബത്തെ, നീ ഈ വിളി സ്വീകരിക്കുമ്പം ഈ വിളി സ്വീകരിച്ച് ദൈവപരിപാലന ഭവനത്തിലായിരിക്കുമ്പോൾ ഒരു വിശുദ്ധയാകാൻ നിനക്ക് സാധിച്ചില്ലെങ്കിൽ അത് നിൻ്റെ യോഗ്യതയില്ലായ്മയാണ്. അപ്പം അതുകൊണ്ട് ദൈവപരിപാലന ഭവനത്തിൽ ചെല്ലുന്ന എല്ലാവർക്കും വിശുദ്ധരാകാൻ പറ്റും എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ അപ്പയ്ക്ക് ഉണ്ടായിരുന്നത്. വളരെ വലിയൊരു പറഞ്ഞാണ് വിട്ടിരിക്കുന്നത്. മാതാപിതാക്കൾക്ക് അങ്ങനെ ഇത്, ഞാൻ ഒറ്റ പെൺകുട്ടിയാണ്, അപ്പോൾ ആങ്ങളമാരാണുള്ളത്. അപ്പം അങ്ങനെ ഒരു സങ്കടം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ബന്ധുമിത്രാദികളൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട് കൂട്ടുകാരൊക്കെ. പക്ഷേ ഈ ഭവനം വന്ന് കണ്ടതിന് ശേഷം അവർ പറഞ്ഞ യുവർ സെലക്ഷൻ ഇസ് ബെസ്റ്റ് എന്നാണ്. കാരണം അത്രമാത്രം ഒരു അനുഭവം അവർക്കും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അവർക്കും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഭവനത്തിൽ നിന്ന്. സിസ്റ്റർ ഇവിടെ ചെയ്യുന്ന ശുശ്രൂഷകൾ, അല്ലെങ്കിൽ സിസ്റ്റർ ഇപ്പം പഠിക്കുകയാണോ അല്ലെങ്കിൽ എന്താണ് സിസ്റ്റർ ഇപ്പോൾ ചെയ്യുക? ഞാനിപ്പം BTH ബാച്ചിലർ തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റാണ്. ഇപ്പം 4 വർഷമായി, തീരുകയാണ് എൻ്റെ ഡിഗ്രി. പിന്നെ ഇവിടുത്തെ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം, ഇവിടെ എല്ലാ ശുശ്രൂഷകളും കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സേവനം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പുഞ്ചിരിക്കുന്ന മുഖമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രചോദനം. പിന്നെ അതുപോലെ തന്നെ മദർ മേരിലിട്ട് ഞാനിവിടെ വന്ന സമയത്ത് മദർ ഉണ്ടായിരുന്നു. അപ്പോൾ മദറിൻ്റെ വാക്കുകൾ എന്നെ ഒത്തിരി പ്രചോദിപ്പിച്ചിട്ടുണ്ട്. മദർ എപ്പോഴും ചോദിക്കുമായിരുന്നു സന്യാസത്തിൻ്റെ ഫോർമുല എന്താണെന്ന്. പക്ഷെ നമുക്ക് കൊടുക്കാൻ മറുപടികളില്ല. പക്ഷെ മദർ പറയും മറിയം സ്ക്വയർ പ്ലസ് മർത്ത എന്ന്. കാരണം പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുക, മഗ്ദലന മറിയത്തെ പോലെ ഈശോയുടെ സന്നിധിയിൽ ഇരിക്കുക, മർത്തായെ പോലെ അറിഞ്ഞ് ശുശ്രൂഷ ചെയ്യുക, അതാണ് സന്യാസത്തിൻ്റെ മൊത്തത്തിലൊരു ഫോർമുല എന്ന് മദർ പഠിപ്പിക്കുമായിരുന്നു. അതിനെ ഒത്തിരി എപ്പോഴും എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിലും. ദൈവപരിപാലനയുടെ നിങ്ങൾ ആസ്വദിക്കുന്ന ഈശോയുടെ സ്നേഹം കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുക അല്ലേ? അതല്ലേ ആക്ച്വലി ദൈവം നിങ്ങളുടെ കൈകളിലൂടെ ഒരുപാട് കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നുണ്ട്. അത് ഒത്തിരി സന്തോഷം. സിസ്റ്ററിനെയും ഈ ഒരു കോൺഗ്രിഗേഷനെയും ഇതിനൊക്കെ പരിചയപ്പെടാൻ സാധിച്ചതിൽ താങ്ക് യു. നമ്മുടെ കൂടെ ഇന്നുള്ള സിസ്റ്റർ 40 വർഷമായിട്ട് ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സിസ്റ്ററിൻ്റെ പേര് സിസ്റ്റർ ശാന്തി. നമ്മുടെ മദർ ലിറ്റിയോടൊപ്പം ഒക്കെ ഒരുപാട് വർഷം ഇവിടെ സേവനം ചെയ്ത ആളാണ്. അപ്പോൾ നമുക്ക് സിസ്റ്ററിൻ്റെ കൂടെ തന്നെ ചോദിക്കാം. സിസ്റ്ററിന് ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. സിസ്റ്റർ തന്നെ സിസ്റ്ററിനെ ഒന്ന് പരിചയപ്പെടുത്താവോ? വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ. ഞാൻ പശുപ്പാറ എന്ന സ്ഥലത്താണ്. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി രൂപതയാണ്. ഇവിടെ പൊൻകുന്നത്തുനിന്ന് പോയവരാണ്, കുടിയേറ്റക്കാരാണ്. ചാച്ചനും അമ്മച്ചിയും മരിച്ചുപോയി, മൂത്ത ആങ്ങളെയും മരിച്ചുപോയി. ബാക്കിയുള്ളവരെല്ലാം ഞങ്ങൾ 3 ആണ് 3 പെണ്ണും, അങ്ങനെ 6 മക്കളാണ് വീട്ടിൽ. സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 40 വർഷത്തിന് മുകളിലായി ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടല്ലേ? അപ്പം ആ ഒരു കാലഘട്ടത്തിൽ അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെയൊരു മടവിടെ ഉണ്ടെന്നും ഈ ഒരു കമ്മ്യൂണിറ്റിയെ പറ്റിയൊക്കെ എങ്ങനെയാണ് സിസ്റ്റർ അറിഞ്ഞതും ഇവിടേക്ക് എത്തിയതും? അത് ഞാൻ അറിഞ്ഞത് ദീപിക പേപ്പറിൽ ബഹുമാനപ്പെട്ട കോയിക്ക് കുടിയച്ഛൻ ഒരു ലേഖനം എഴുതിയിരുന്നു. ദൈവപരിപാലന മദർ മേരിലിറ്റി കുന്നന്താൻ തുടങ്ങിയ ഈ ദൈവപരിപാലന ഭവനത്തെക്കുറിച്ച്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് ഞാൻ ചെറുപ്പം തൊട്ടേ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുന്നു, എല്ലാ തരം പുസ്തകവും വായിക്കും.
പിന്നെ വിശുദ്ധരുടെ പുസ്തകം അങ്ങനെ എല്ലാം കിട്ടുന്ന വായിക്കുക. അങ്ങനെ ഒരിക്കലും വായിക്കാൻ കിട്ടിയത് ഈ വിശുദ്ധ ഡാമിയൻ്റെ പുസ്തകമാണ്. അപ്പോൾ അത് വായിച്ചപ്പോൾ അന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, കൊള്ളാമല്ലോ, ജീവിക്കുകയാണ് ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പേരപ്പൻ്റെ മകളാണ് ഒരു ദൈവിക പേപ്പർ കൊണ്ടു തന്നിട്ട് പറയുക, എടി നമുക്ക് ഈ മഠത്തിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് അന്ന് ഈ പുസ്തകം വായിച്ചപ്പോഴത്തെ ആശയം എൻ്റെ മനസ്സിൽ, കൊള്ളാമല്ലോ, ഇതും തമ്മിൽ സാദൃശ്യം ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് അപ്പോൾ ഞാൻ അന്വേഷിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മഠത്തിൽ പോകണം. ചാതനോട് പറഞ്ഞപ്പോൾ, എടി നീ ഏത് മഠത്തിലാണ്? ഞാനെന്നേരം ഈ ദിവ്യ പേപ്പർ കാണിച്ചു കൊടുത്തു. അന്നേരം ഈ മഠത്തിലാണോ പോകുന്നത് വെച്ചാൽ, അതെ ഞാൻ ഈ മഠത്തിൽ തന്നെ പോകാനും, നിനക്ക് ഊരും ജീവനും ഇല്ല, നീയാണോ ആ മഠത്തിൽ പോയി ജീവിക്കാൻ പോകുന്നത് പറഞ്ഞിട്ട് ചാച്ചൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ചാച്ചൻ തന്നെ വന്ന് അന്വേഷിച്ച് കണ്ടെത്തി. അപ്പം ഇങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ ഓലവീടും രോഗികളുള്ളതാണ്. ആ ഓലവീടൊക്കെ ആയിരുന്നു പേപ്പറിൽ കണ്ടതെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ മുൻവശത്ത് നിത്യാരാധന ചാപ്പലിൻ്റെ അടുത്തുള്ള 2 നിലയുടെ ആ കെട്ടിടം ഉള്ളത്. നിത്യാരാധന ചാപ്പൽ അന്ന് ഇല്ല, തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വെച്ചും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് അഡ്രസ്സൊന്നും പ്രത്യേകം പറഞ്ഞത് ദൈവപരിപാലന ഭവൻ കുന്നന്താനം എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇന്ന പോലെയാണ്, അതിന് അംഗീകാരമൊന്നും അന്ന് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. 2 ദിവസത്തെ ഇൻ്റർവ്യൂവിനാണ് വന്നത്. ആരംഭകാലമല്ലേ, ഭയങ്കര കഷ്ടപ്പാടാണ്, ദുരിതം, പിന്നെ ദരിദ്രമായ ഭക്ഷണം, ഈ വാഴച്ചുണ്ടും എനിക്ക് പിണ്ടിയൊക്കെ കറി വയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർത്ത് ദൈവമേ അത് വേകുന്ന വല്ല സാധനമാണെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് 2 ദിവസത്തേക്ക് വന്നതാണ് 2 വർഷം പോലെ എനിക്ക് അനുഭവപ്പെട്ടു. കാരണം എനിക്ക് പറ്റാത്തതാണ്. ഒന്ന് കഠിനാധ്വാനം, വീട്ടിൽ ഒരു പണിയും ഞാൻ ചെയ്തിട്ടില്ല, ആരോഗ്യം കുറവുള്ളത് കൊണ്ട് ഒരു പണിയും ചെയ്യിച്ചിട്ടില്ല. പിന്നെ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം ഭയങ്കര ഇച്ഛ നോക്കുന്ന സ്വഭാവമായിരുന്നു. ഇതും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് 2 ദിവസത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോയതെങ്ങനെയാണ്, ഇനി മേലാൽ ഇങ്ങോട്ട് വരുന്ന പരിപാടിയില്ലാന്ന് പറയണം തിരിച്ചു പോയത്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പ്ലേറ്റ് മാറി. എനിക്ക് ഇങ്ങോട്ട് വരണം. അന്നത്തെ ഈ ഇവിടെ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇങ്ങനെ നാവിലേക്ക് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോവുക, മഠത്തിൽ പോവുക, അവിടെ തന്നെ പോവുക എന്ന് പറഞ്ഞു. ഏതായാലും അങ്ങനെ മഠത്തിൽ വരുന്നു. വലിയ ആഘോഷമായിട്ടാണ് കൊണ്ടുവിടുന്നത്. അച്ചാച്ചനും അമ്മച്ചി ആങ്ങളമാർ, സൺഡേ സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, സൺഡേ സ്കൂൾ അധ്യാപകരെ, വികാരിച്ചൻ എല്ലാവരും. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ആക്കി അവരങ്ങ് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. പക്ഷെ അത് 2 ദിവസത്തേക്കേ നിന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ മദറെന്ന് പറഞ്ഞാൽ എനിക്ക് മദറിൽ അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും എല്ലാം കാണാൻ പറ്റി. എനിക്ക് വീട്ടിൽ കിട്ടിയ ഒരു പരിഗണന എനിക്ക് ഇവിടെയും കിട്ടി. കാരണം അന്ന് ഞാൻ ആരോഗ്യം വളരെ മോശമായ ആളാണ്. പക്ഷേ മദർ എനിക്ക് മൂത്ത ചേച്ചിമാരും ഒക്കെ പ്രത്യേക ഒരു പരിഗണന എനിക്ക് തന്നു. വലിയ കഠിനമായ അധ്വാനമുള്ള പണികളൊന്നും എനിക്ക് തരില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു. എന്നിട്ട് അങ്ങനെ സന്തോഷമായിട്ട് അങ്ങ് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. മദറിന്റെ ആ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ഭയങ്കര അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത. ഞാൻ ചിലപ്പോഴൊക്കെ ഇരുന്ന് ചിന്തിക്കും, ചാപ്പലിൽ പോയി ഇങ്ങനെ ഇരിക്കാൻ പറയും എനിക്ക് വേണ്ടി മാത്രമായിരിക്കും മദർ ഈ മഠം തുടങ്ങിയെന്ന്. കാരണം ശരിക്കും പറഞ്ഞാലേ ശരിക്കും ഈ കുഞ്ഞു പിള്ളേരുടെ അടുത്ത് ജോലിയൊക്കെ ചെയ്യുമ്പോൾ പിള്ളേരുടെ അടുത്ത് ശരിക്കും സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു അനുഭവമാണ്. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ദൈവം ഒരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ട് തരും. എനിക്ക് ഭക്ഷണം പാടായിരുന്നു, ജോലി പാടായിരുന്നു. പക്ഷെ അതെല്ലാം നേരെ തിരിച്ച് അത് ഭയങ്കര അനുകൂലമാക്കി മാറ്റിക്കൊണ്ടാണ് ഇങ്ങോട്ട് വരാനായിട്ടത്. പിന്നെ ഇവരുടെ കൂടെ പകൽ നല്ല പണിയുണ്ട്, അതെല്ലാം കഴിഞ്ഞാലും ഉണ്ടല്ലോ വൈകിട്ട് നല്ലൊരു ഉല്ലാസമുണ്ട്. ആ ഉല്ലാസത്തിന് പകലത്തെ സകല ക്ഷീണവും മാറും. ഞങ്ങളുടെ ഒച്ചപ്പാടും ബഹളം കേട്ട് ഈ ഉല്ലാസം കേട്ട് അങ്ങ് അകലേന്ന് വരെ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ എന്താ സംഭവിച്ചത്, അത്രമേൽ ഉല്ലസിക്കുമായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു എനർജി ആയിരുന്നു. ആ ഒരു 2 ദിവസം വേണ്ടാന്ന് പറഞ്ഞ് പോയ ആള് ഇപ്പൊ 40-45 കൊല്ലമായി ഇവിടെ. അതിപ്പോ ഒരു 4 വർഷത്തെ ഫീലിങ്സ് പോലെ ഉള്ളൂ. അത്രയും പെട്ടെന്ന് കടന്നുപോയ പോലെ. ഇതെങ്ങനെ 40 വർഷം കടന്നുപോയിന്നായി. സിസ്റ്ററിന്റെ വാക്കുകളിലുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ അറിയാം. എന്നാലും ഇത്രയൊക്കെ ഷെയർ ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. തീർച്ചയായും ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കുക. തീർച്ചയായും. താങ്ക് യു.